ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാവർക്കും സുഖമാണ്, നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇതാ ഞാൻ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് നോലുമ്പാണ്. ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിലെ ഉത്സവമായതുകൊണ്ട് നോലുമ്പാണ്. ഇത് എൻ്റെ 2 ദിവസം മുന്നേ എൻ്റെ അനിയത്തിക്കുള്ള സമയത്ത് അവർ പോകുന്ന അന്നത്തെ രൂപത്തിലുള്ള എടുത്തതാട്ടോ. അന്ന് എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. മഞ്ഞ് കൊണ്ടിട്ട് എന്തോ എനിക്ക് ചുമയുടെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ശ്വാസം കഴുത്തിൻ്റെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്വാസം വലിക്കുമ്പോൾ ഒരു കിതപ്പ് വരുന്ന പോലെ. അപ്പോൾ വീഡിയോയിലത് എടുത്ത് കാണിക്കും. ഇപ്പോഴും അത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചു, ചായ തിളച്ചു, പൊടിയിട്ടു, ഇറക്കി വെച്ചു. ആ അടുപ്പത്തോട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചു. 10 മുട്ട കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട പൊട്ടി. 9 കോഴിമുട്ട ഞാൻ അതിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത പാത്രത്തിൽ കുറച്ച് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. സൺഫ്ലവറാണ് ഒഴിച്ചിട്ടാ. അതിൽ നമ്മൾ പെരുംജീരകമാണ് ചേർക്കേണ്ടത്. എനിക്ക് മുട്ടക്കറിയിലും ചിക്കൻ കറിയിലൊക്കെ പെരുംജീരകം ഇടുന്നത് നല്ല ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പെരുംജീരകത്തിൻ്റെ പൊടിയോ പെരുംജീരകമോ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം, ഇടാതിരിക്കാം. പക്ഷേ അത് ഇട്ടിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നവരുണ്ടാവും. അവർ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇടാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്യട്ടോ. എന്നാലും എനിക്കറിയാൻ പറ്റുള്ളൂ. ഇന്നെപ്പോലെ ചെയ്യുന്നവരുണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ 4 ഉള്ളി ഇട്ടിട്ടുണ്ട്. 4 ഇടത്തരം വലിപ്പമുള്ള 4 ഉള്ളിയാണ് വഴറ്റുന്നത് കേട്ടോ. ഞാനും പിള്ളേരും മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് 2 ഉള്ളി മതി. കുറച്ച് കറി ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 ഉള്ളി ഒരു തക്കാളിക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇവർ 3 ആൾ കൂടുതലുണ്ട്. അവർക്കൊക്കെ നല്ല അത്യാവശ്യം കറി വേണ്ടവരാണ്. ഇപ്പം അനിയത്തിക്കായാലും അനിയത്തിയുടെ മക്കൾക്കായാലും ഒക്കെ നല്ല കറി വേണം കേട്ടോ. അപ്പം ഞാൻ അതിനനുസരിച്ച് തക്കാളി എണ്ണം 2 കൂട്ടിയിട്ടുണ്ട്. 2 തക്കാളിയും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അത്യാവശ്യം കറി വേണ്ടതുകൊണ്ട് ഞാൻ 4 ഉള്ളി ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. വഴന്ന് വരുമ്പോൾ ഒരു കുറച്ച് നേരം ഉള്ളി ഇട്ടതിന് ശേഷം ഉള്ളി ഒന്ന് വാടി 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കോഴിമുട്ട ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേവാനായിട്ടുള്ള പത മുകളിൽ ഇങ്ങനെ വേവുന്ന രീതിയിൽ പതൊക്കെ പൊന്തിഞ്ഞ് വരുന്നുണ്ട്. ഉണ്ടല്ലോ. അതിനിടയ്ക്ക് നമ്മളെ രുചിത കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ മിറ്റടിക്കും, അവൾ തുടക്കും കിട്ടാം. അതുകൊണ്ട് അവൾ വന്നതിന് ശേഷം ജോലിയിലേക്ക് തുടക്കാക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മടിയാണ് നമുക്ക് എന്നും ഇങ്ങനെ എടുത്തിട്ട് വലിയ മടിയായിട്ടുണ്ട് കേട്ടോ. അതല്ല മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. 100-ൽ 1-2 പേര് എളുപ്പ പണിയെടുത്താലും അങ്ങനെ നമ്മൾ ദോശയ്ക്ക് ഒരു പാത്രത്തിൽ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഞാനും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ദിവസം ഷോർട്ടാക്കി ഇടാം. വെള്ളത്തിൻ്റെ അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിട്ട് നാളേക്ക് പൊന്തിയാലോ വെച്ചിട്ട്. അപ്പോൾ സത്യത്തിൽ പൊന്തും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 നന്നായി എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു മിക്സ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. കാരണം നമ്മളിതിങ്ങനെ ചുട്ടിട്ട് നമ്മൾ തിന്നും അല്ലേ. ഉണർന്നവർ വേഗം തിന്നും. പക്ഷേ ഈ കുറച്ച് ആളുകൾ കുട്ടികൾ കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവർ നമ്മൾ മറന്നു പോകും. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെയും ഉഴുന്ന് അതറിയാമല്ലോ. പെട്ടെന്ന് ദോശമാവ് ഉണ്ടാക്കുന്ന മാതിരി ആവില്ലല്ലോ അത്. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ ഇനിയിപ്പോൾ നീറ്റ് വരുമ്പോൾ ഇനി ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേറെ പാത്രത്തിൽ മറവി എപ്പോഴും നമുക്കെപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പം അതിന് ഒരിത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചത് അതിൽ തന്നെ ഇരുന്നു. ഉപ്പിട്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നുള്ളത് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഞാനും പൊടികളൊക്കെ ചെറുത്തിടെ മക്കളും കഴിച്ചു കേട്ടോ. പിന്നെ മകന് ഒരാൾ ഉറങ്ങും. 3 ആൾ ഉറങ്ങായിരുന്നു. അവർക്കുള്ളതൊക്കെ പിന്നെ 2ാമത്തെ പാത്രം ഉണ്ടാക്കി. പൊടികൾ ചേർക്കാം. അങ്ങനെ ഒരു അടുപ്പത്ത് മുട്ട വെന്തുകൊണ്ടിരിക്കുകയാണ്, ഒരടുപ്പത്ത് ഉള്ളി വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി വഴന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് തക്കാളി അരച്ച് ചേർക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചിക്കനിലും മുട്ടക്കറിയിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളി കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിരിക്കും. നല്ല ഫ്ലേവറും തോന്നാറുണ്ട്.
അത് ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് ഉള്ളിയും ഫ്രഷ് വെളുത്തുള്ളി ഇഞ്ചി മസാലയൊക്കെ ഒന്ന് വേവട്ടെ, പൊടികളൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഇരിക്കുന്നതൊക്കെ നമുക്ക് തക്കാളി അരച്ച് അതിലും അതിൻ്റെതായ കെമിക്കലൊക്കെ ഉണ്ടാവും. പച്ചയൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അധികം നല്ല നല്ല പഴുത്തതാണെങ്കിൽ ഇട്ടാൽ നമ്മൾ ഫ്രഷ് എടുക്കാൻ നോക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് അരച്ച് വെച്ച് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ അരച്ച് വെക്കുമ്പോൾ ഉണ്ട് അതൊരു 3-4 ദിവസം എത്ര ഇരിക്കും, ഒരാഴ്ച 2 ആഴ്ച ഒക്കെ ഇരിക്കും. പക്ഷെ അപ്പോൾ ഇതാ തക്കാളി അന്നാണ് ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന് അന്നുണ്ടാക്കുന്ന ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ആയിരിക്കില്ലല്ലേ കുറച്ച് ദിവസം ഉപയോഗിക്കുന്നത്. കൂട്ടി കൊടുക്കുക തോന്നിയിട്ടുണ്ട്. ഇതിൽ കിടന്ന തക്കാളി കുട്ടന്മാർ നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഒരു എല്ലാത്തവർക്ക് ഈ ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരും രാവിലെ കൊണ്ടുപോയി പോകണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേ അരച്ച് വെക്കുന്നവരുണ്ടാവും. അതൊക്കെ അവരുടെ ജോലിപരമായിട്ടുള്ള ഇതാകുമ്പോൾ അവർക്ക് ആക്കത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് അവരുടേതായ ഇതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഉള്ളവരാകുമ്പോൾ നമുക്കത് ചെയ്യണ്ടല്ലോ, അതാണ്. അപ്പം ഞാൻ മുട്ടക്കറിയിലെ വേഗം ഞാൻ കറി പോലെ നമ്മളതിൽ മഞ്ഞൾപ്പൊടിയും ഇവർക്ക് രാവിലെ നേരത്തെ കഴിച്ച് ശീലമായതുകൊണ്ട് അപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നോക്കിയിട്ടിടാം കേട്ടോ. ഞാൻ അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ ഞാനൊരു മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഞാൻ കുറച്ച് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. എരിയിലൊക്കെ പച്ചമുളകാണ്. അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും മുളകും ഇല്ലാത്തതുകൊണ്ട് ഇട്ടാന്ന് പറയുന്നതാണ്, അങ്ങനെ ആവുന്നതാണ്. തെറ്റിദ്ധരിക്കില്ല. വെള്ളത്തിൻ്റെ 2 തക്കാളി ഞാൻ വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തു. വെള്ളപ്പുണ്ടാകും പച്ചമണം തക്കാളിയുടെ ഒക്കെ വെള്ളമണം മാറാം. അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ കുഴിമണായാലും കുഴപ്പമില്ല. വെള്ളപ്പത്തിനുള്ള മാവ് വെച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്, മുട്ടക്കറിക്കുള്ളത് തയ്യാറാക്കി തക്കാളി വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകം സങ്കടം കൊടുക്കാം, കാരണം മുട്ടക്കറി ഒരു പകുതി സ്റ്റേജിൽ എത്തിയല്ലോ എന്നുള്ളതിൽ. പിന്നെ നമുക്ക് കറിവേപ്പില ഇടണം, അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇടവിട്ടാൽ കാണിക്കുമ്പോൾ വേഗം മാറി പോകുന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെള്ളം വറ്റാൻ കാത്തിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെക്കുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അതിൽ വെള്ളം തുടങ്ങി വാഴത്തണി മഴത്തുള്ളികൾ അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾ ഇട്ടുമ്പോൾ കാണാറുണ്ടല്ലോ. അത്യാവശ്യം ഇലേനെ സ്പർശിക്കാത്ത രീതിയിൽ ഇങ്ങനെ വട്ടത്തിൽ നടക്കുന്നത് അത് ശ്രദ്ധിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും കേട്ടോ. അതായത് ഇതിൻ്റെ സച്ചുമോനും പ്രകൃതിനെ ആസ്വദിക്കുന്നത് അങ്ങനെയല്ല, ഞാൻ ചിലതൊക്കെ അങ്ങനെ ശ്രദ്ധയിൽ പെട്ടതാണ്. ചേമ്പിൻ്റെ വെള്ളം അതിൻ്റെ പോലെ തന്നെയാണ് ഞാൻ ഇതും വെക്കുമ്പോൾ ആ പാത്രമുള്ള നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പോലെ ഒരു മഴത്തുള്ളി പോലെ ഉണ്ടാവും നടുക്ക്. അതിങ്ങനെ ചട്ടി ചൂടാകുമ്പോൾ കാണാം ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം. നല്ല രസമാണ് അത് കാണാനായിട്ട്. ശ്രദ്ധിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. വെള്ളം ചൂടട്ടോ കണ്ടോ, അതിപ്പോഴേ ഉള്ളൂ. അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി നല്ല ചൂടായി. അപ്പം ഞാൻ ഒരു താവി ഇതിലേക്ക് കൊടുത്തു. ഈ താവി നല്ല ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. കാരണം നമുക്ക് ദോശ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഓരോരോ ഇതുണ്ടാക്കുമ്പോൾ വലിയ കയ്യിലായിരുന്നു ഒരു തവി മാത്രം വെച്ചാൽ മതിയാവും കേട്ടോ. കൂടിയിട്ട് തവിയിട്ട് അച്ഛന് പാത്രങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വെള്ളം കുറച്ച് കഴിഞ്ഞ് ഈ ഒരു എടുത്ത് വെക്കൂലേ, നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതൊന്ന് അമ്മ എടുത്തു, ഒന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കുമിളകളൊക്കെ ഇങ്ങനെ വരൂലേ, നല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ തവി വെച്ചാൽ തന്നെ ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ അത് കാണണം. അമ്മമാരൊക്കെ തന്നതൊക്കെ അമ്മമാരെന്നല്ല തന്നത് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ആ വെള്ളം ഒന്നുകൂടി ഒഴിവാക്കി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ കണ്ടപ്പോൾ ആ ഓർമ്മ കയ്യിൽ ചൂടുണ്ടാവില്ല, പറഞ്ഞു കേട്ടോ. ഈ ചട്ടിയുടെ ചൂടുണ്ടാവില്ലോ, അത് ഒഴിച്ചു. അപ്പോൾ തേങ്ങ ചിരക്കി റെഡിയാക്കി മീൻ കറിക്ക് തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം പോയാലും കറി വെക്കേണ്ടത്. അത് ഞാൻ പൊളിക്കാൻ വന്നപ്പോൾ കറി കൊണ്ടുപോകും ചെയ്യാം. പോയിട്ട് ചോറ് വെച്ചാൽ മതി. വിവിധ വന്നിട്ട് തേങ്ങ അരച്ച് വെക്കാം. ഒരു മുറി തേങ്ങ ഞങ്ങൾക്ക് കുറച്ച് കറി മതി. ഞങ്ങളിപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നാളേക്ക് ഞങ്ങൾക്ക് കറി വെക്കണം. ചുട്ടൂടും ഞങ്ങൾ ഞാൻ എന്താ പറയുക വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ചിക്കൻ ഐറ്റംസ് കഴിക്കും. ഇങ്ങനെ കറിയൊക്കെ നല്ല ചോറ് നോക്കിക്കോടി ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്താൽ നല്ല നിങ്ങളൊക്കെ കഴിക്കുമോ ചോറ്? വേഗം കിട്ടുകയും ചെയ്യും. അവള് അത് അങ്ങനെ വലഞ്ഞതൊന്നും കഴിക്കില്ല. അങ്ങനെ പെരുപെരുന്നതിനായിട്ടുള്ള ചോറൊക്കെയാണ്. ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ കഴിക്കും. രമേശന് കഴിക്കും. ഞാൻ തൊലിക്കൽ ചിക്കൻ അങ്ങനെ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചേർന്ന് അതിലേക്ക് ഇട്ടൂട് അതൊക്കെ ഒരു ചൂടാക്കി നേരത്തെ കഴിക്കുന്ന കുഴപ്പമില്ലല്ലോ. ചിലവർക്ക് കറി തലേന്ന് പറ്റാത്തവും ചോറ് പറ്റുന്നവരുണ്ടാവില്ല. അത് പലരും പല ഐറ്റം അല്ലേ. ഇവിടെ പിന്നെ നേരത്തെ നമുക്ക് ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കിയപ്പോഴാണെങ്കിൽ കുട്ടികളൊക്കെ 8 മണി നമ്മളെ 8:30 മണിക്കൊക്കെ ടച്ച് പോകാൻ ക്ലാസ്സിലൊക്കെ പോലെ. അപ്പോൾ ഒരു 8 മണി ആകുമ്പോഴത്തേനൊക്കെ ആയാൽ മതി. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആയാൽ മതി. അപ്പം ഞാൻ 7 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടൊക്കെ ഇങ്ങനെ എടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ മാത്രമേ കുറച്ച് നേരം വഴുകി നീക്കാറുള്ളൂ. ഇവരൊക്കെ നീക്കണമെങ്കിൽ കുറച്ച് നേരം നല്ല വഴുകും. ഞായറാഴ്ചയിലെ ലീവുള്ളൂ. അപ്പോൾ ഞാൻ നല്ലോണം കിടന്നുറങ്ങിയിട്ട് നല്ലോണം കിടന്നുറങ്ങിയിട്ടവർ ഉള്ളത് പറയുന്നത് നല്ല കിടക്കും. ചിലപ്പോൾ ഞാനും കിടക്കും കേട്ടോ. ഉള്ളത് പറയാലോ, ഞാൻ അത്യാവശ്യം നല്ല സ്കൂളില്ലാത്തപ്പോൾ കിടന്നുറങ്ങാറുണ്ട്. നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. അവർ നീച്ച് വരുമ്പോൾ തന്നെ ചൂടോടൊക്കെയാണ് ഇവർക്ക് ഭക്ഷണം ഇഷ്ടം. അപ്പോൾ നീച്ച് വരുമ്പോൾ തന്നെ ആയാൽ മതി. ഇപ്പോൾ 9 മണി 9:30 ഒക്കെ ആവട്ടെ ചായ കുടിക്കണമെങ്കിൽ. ഇങ്ങനെ വെക്കേട്ടോ. അത് വെള്ളം ഞാൻ ഓരോരോ റൗണ്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ മുട്ട ചേർക്കാനായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കോഴിമുട്ട നന്നാക്കി ഇടുന്ന സമയം ഞാനത് ഓരോ വര വരഞ്ഞു കൊടുക്കും. ഒരു 3-2 വര വരഞ്ഞു കൊടുക്കും. കാരണം ആ കോഴിമുട്ടയിൽ ആ ഒരു മസാല പിടിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ആ വെളിച്ച മസാലയിലിട്ടിട്ട് വേണമല്ലോ നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഓള് ഇതേക്കണം ഇങ്ങനെ ഓരോ കൊത്തു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മുട്ട പൊരിക്കും എന്ന് പറയുന്നത്. പൊരിച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊട്ടിച്ചിട്ടല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ കൊടുക്കും. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതുപോലെ ഒന്ന് കീറി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കീറുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ മുട്ട ഞാൻ പച്ചമണം നന്നാക്കി 9 കോഴിമുട്ടയായി. അപ്പോൾ കോഴിമുട്ട ഞാൻ ഓരോ കീറലൊക്കെ കീറി ഇതിലേക്ക് തള്ളി കൊടുത്തു. ഇനി അതൊന്ന് കോഴിമുട്ട വെള്ളം റെഡി ആവാത്തതുകൊണ്ട് ചെറിയ ചട്ടിയില്ല. ഞാൻ കുറച്ച് തിളച്ച ഒഴിച്ചു കൊടുത്തു. എല്ലാവിധം അടി പിടിക്കാറില്ല. എണ്ണമയക്കളെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടോ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ മുട്ടയല്ലല്ലോ, അത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ് പുളിയൊക്കെ നോക്കി ടേസ്റ്റൊക്കെ പാകമാണ്. അടുപ്പിക്കാൻ നോക്കിയപ്പോൾ പിന്നെ അപ്പോൾ മല്ലിയില ഇതിൽ ഞാൻ കഴുകിയിടണം. അപ്പോൾ ഞാനൊരു സാധനം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. അത് നിങ്ങൾ ആരെങ്കിലും ചേർക്കാം. നല്ല ചാറാണ് കറി തികയില്ല കേട്ടോ. അതിൽ ചുടുവെള്ളം നമ്മൾ മീറ്റ് മസാല ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് വേറെ ഉണ്ടാവും. അത് ചേർക്കുന്നവരുണ്ടെങ്കിലും ചേർക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അവർ പറയുക ഞങ്ങൾ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ചേർക്കാത്തവർ ഞാൻ പറഞ്ഞതിന് ശേഷം ചേർത്ത് നോക്കിയിട്ട് അതിന് കല്യാണമൊക്കെയാണ് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പക്ഷെ എനിക്ക് ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ നാവിൻ്റെ രുചിയാണെന്ന് അറിയില്ല. പക്ഷെ ഞാനത് എല്ലാവരും കാണുന്നവരൊക്കെ ഞാൻ അനിയത്തിയോട് മക്കളോടൊക്കെ ചോദിക്കുന്നുണ്ട്. ടെൻഷനില്ലാന്നൊന്നും പറയരുത്. കല്യാണം കഴിഞ്ഞിട്ട് അനിയത്തിയുടെ മോളോടൊക്കെ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് അവർ പറയാത്തവർ കണ്ടവർ പറയുക ഇങ്ങനെ കല്യാണക്കാരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെല്ലമ്മോട് കുറേ ദിവസമായി ഞാൻ വെള്ളപ്പം വരാമെന്ന് പറയണം. വലിയ കല്യാണമില്ല, നല്ല നമ്മുടെ വെള്ളപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, കറി നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്നാളും ഇതേപോലെ ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വെള്ളം പാക്കാച്ച് മാറ്റാം, മുട്ടക്കറി അന്ന് മുട്ടക്കറി കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അവർ വന്നത് കാണാം. അങ്ങനെ എനിക്ക് ഇങ്ങനെ ആരൊക്കെ എൻ്റെ ചാനലുള്ളവർ വന്നു, അവർ വന്നു എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. കരിവേപ്പിൻ്റെ അടുത്തുള്ള പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഞാൻ കരിവേപ്പിൻ്റെ എടുക്കാൻ പോവുകയാണ്. കുറേ കീടന്നപ്പോൾ ഞാൻ വൃത്തിയാക്കി വെട്ടി ചിലപ്പം വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാറില്ല. വെള്ളപ്പം തന്നെ പറയാറുണ്ട് കേട്ടോ. എന്ത് കറിയാണ് ആയിട്ടുണ്ട്, അതൊന്ന് എടുക്കണം. തന്നെ പറയുന്ന അപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ എടുത്തിട്ട് വരാം. അറിയുന്നുണ്ടാക്കിയത് അപ്പോൾ അതെല്ലാവരും അപ്പോൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കുന്ന സ്പെഷ്യൽ വേഗം ആരാണെങ്കിലും വരാൻ നോക്കുക. കല്യാണത്തിന് എല്ലാവരും വരണം, അവരനുഗ്രഹിക്കണം. വന്നവരൊക്കെയാണ് കാണാൻ. എനിക്ക് എത്ര ആളുകൾ വന്നു എന്ന് എനിക്കറിയാമല്ലോ, അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്താ പറയുക, സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എനിക്ക് എന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ എനിക്കൊന്നും അറിയാൻ സന്തോഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്ന രുചിയായിരിക്കും. ഞാൻ കരിവേപ്പിൻ്റെ രുചി വരാം. ഇന്നിപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കി നാളെ മീൻകറി ചിലപ്പം കൊള്ളണമെന്നില്ലല്ലോ.
ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വെള്ളപ്പം നല്ല അടിപൊളി വെള്ളപ്പുണ്ടോ? ഞാൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ എൻ്റെ അടിപൊളി വെള്ളപ്പം ഞാൻ മുട്ട കാര്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം. നല്ല ടേസ്റ്റ്, വേറെ ഒന്നും ഇത് ചേർത്തിട്ടില്ല. അപ്പം ഞാൻ കഴിക്കുമ്പോൾ പറഞ്ഞു കേട്ടോ. വേണ്ടിയിട്ട് ഞാൻ എടുത്തതല്ലേ, ഇവിടെ ഒരാൾ കാത്തിട്ട് വേറെ പാത്രത്തിൽ നീ എടുക്കുക എന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. മുട്ടക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ല, ഞാൻ ഉണ്ടാക്കിയ ചിലപ്പോൾ നന്നാവാറില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റ് അതുപോലെ ഉണ്ടാക്കി നോക്കാം. പെർഫെക്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, കൂടുതലായിട്ട് ചേർന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവള് ഒന്ന് നല്ലോണം വഴറ്റി ഉപ്പിട്ട് വഴറ്റുക, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് തോന്നിടുക, തക്കാളി പേസ്റ്റ് ആക്കി ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ ഇവിടെ ആരും പിന്നെ എന്താ തക്കാളി പറ്റിയാൽ കൂടാട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ അല്ലാതെ എന്താ മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഞാനൊക്കെ ഇവിടെ കല്യാണം കഴിച്ചു 17 വയസ്സിലാട്ടോ. ഗരം മസാല വയസ്സിൽ വന്നിട്ട് ഇവിടെ എൻ്റെ വീട്ടിലൊന്നും അധികം പിന്നെ ഗരം മസാല ഇതിനനുസരിച്ച് നമ്മൾ പെരുംജീരകത്തിന് പൊടി ഇടാം. ചേർത്തിരുമ്പോൾ ഫസ്റ്റ് ഇടാം, പക്ഷെ അത് രണ്ടും ഇല്ല, അത് പറ്റില്ല. മിറ്റടിക്കണം, ഒരാൾ കറിയിട്ടാണ്. ദിവസമുള്ള പണികളല്ല. പിന്നെ കുറച്ച് മല്ലിയിലും കരിവേപ്പിലൊക്കെ ചേർക്കുക. കരിവേപ്പില എടുക്കാൻ പോകാൻ ഞാൻ എടുക്കാൻ പോകാൻ പോയിട്ടില്ല. അപ്പോൾ വീഡിയോയിൽ ഇതാക്കിയോണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, വേണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട. നമ്മൾ പാത്രം കഴുകുകയാണ്. കുറച്ച് മീനുണ്ട്, മാന്തളും കാണിച്ചു തരാം. അല്ലെങ്കിൽ മടിയാണെങ്കിൽ അല്ലെങ്കിൽ വീടിന് അവിടെ കിടക്കാം ചെയ്യാം. അന്ന് നല്ല അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീടിനൊന്നും പറഞ്ഞ് കിടക്കാൻ അവർക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു വെട്ടുകഷ്ണം മീൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്തോ ഒരു പുതിയ അപ്പക്കാരെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മീനാണ്. പക്ഷെ അത് കറുത്ത മീനാണ്. അതിന് തൊലിയൊക്കെ പുതിയ അപ്പക്കാരന് നല്ല ഇളക്കമുള്ള അങ്ങനെ ചോറ് ഇതിനൊന്നും പേരാണ്. അങ്ങനത്തെ അങ്ങനെ എന്തോ ആണ് അങ്ങനത്തെ ഒരു മീനായിരിക്കും. പക്ഷെ അത് ക്ലീനാക്കി തന്നതാണ്. അത് വറുക്കാൻ പിന്നെ ഓർമ്മയില്ല, അതുകൊണ്ട് പറയുന്നത്. അപ്പം അത് എന്താണെന്ന് അറിയണവർ ഇന്നെ ഓർമ്മപ്പെടുത്താനെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചുകൊണ്ടിട്ട് പിന്നെ എന്താണെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ മീനൊക്കെ ക്യാമറയിൽ കാണിച്ചതൊന്ന് ഏതാ മീൻ എന്നുള്ളത് വെട്ടി തന്നാണ്. അതിനോട് പുതിയ അപ്പളക്കോരൻ്റെ ഒക്കെ ഒരു ഐറ്റം ചോദിക്കുകയാണ് കേട്ടോ. ഈ മീൻ പേരെന്താണോ അങ്ങനെ ഓരോട് ചോദിക്കുക. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ വെച്ച് കായം കൂട്ടുകയാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ കുറച്ച് മാന്തൾ നന്നാക്കണം. അപ്പം ഞാൻ മറ്റേത് കായം കൂട്ടാൻ വേണ്ടിയുള്ള റെഡിയിലാണ്. നന്നാക്കിയിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് വലിയ ജോലിയല്ലല്ലോ. കുറച്ച് മാന്തൾ നന്നാക്കാറുണ്ട്. ചോറിന് വെള്ളം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രം കഴുകലും മീൻ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വെള്ളം വെച്ച് ചോറിനിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ചില ചെറിയ പണിയൊക്കെ ചായ കുടിക്കാണ്ട് അവരൊക്കെ ഗെയിമിലാണ് ചോറ് കഴിഞ്ഞിട്ട് അവർ വരും. അപ്പോൾ അപ്പം പോലെ ഉണ്ടാക്കി അതും ചോറ് കിടന്നങ്ങനെ കഴിക്കൂടല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ പോവാനുണ്ട്. വെള്ളം തിളയ്ക്കുന്ന മാവേലിയിൽ ഒന്ന് പോകണം, കുറച്ച് വെള്ളം മുക്കണം, കുറച്ച് പഞ്ചസാര കടല അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങണം. എന്തെങ്കിലും ചൂടുവെള്ളത്തിന് ആവശ്യം വരും, പിന്നെ കത്തിക്കാനോ അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കാനോ നിൽക്കണ്ടല്ലോ. എന്താ ഇവരെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കണം. ഇവരെ വണ്ടി പോവാണ് കേട്ടോ. ആ പോണ പോക്കിന് ഇവരെ കൂട്ടത്തിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ എന്താണ് വെള്ളത്തിന് ആവശ്യം വന്നാൽ ഇവർക്ക് അവിടെ ഇറങ്ങും ചെയ്യാം. ആ വരുന്ന വരെ ഫ്രീ ആയിട്ടല്ല വണ്ടി എപ്പോഴും തിളച്ച വരില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങി വരും ചെയ്യാമല്ലോ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അവർ നേരത്തെ ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇവർ ചോറിന് പാടെ പോയിട്ട് 3 മണിയാകുമ്പോൾ പോയിരുന്നു. അപ്പോൾ അതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിന് മീൻ നന്നാക്കി പ്ലാസ്റ്റിക് ആകുമ്പോൾ കളഞ്ഞിട്ടാണ്. അപ്പോൾ അത് കഴിയട്ടെ കേട്ടോ. ഇനി കുറച്ച് മാന്തൾ നന്നാക്കാറുണ്ട്. മാന്തൾ നന്നാക്കട്ടെ. കുറച്ച് മാന്തൾ ഞാൻ ആദ്യം നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാന്തൾ ആദ്യം നന്നാക്കി വെച്ചതുണ്ടായിരുന്നു തലേന്ന്. അതെടുത്തിട്ടാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് നന്നാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാനും കുറച്ചെടുത്ത് വറുക്കാനുമാണ് ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അവർക്ക് മീൻ വറുത്തതിനോടാണ് കൂടുതൽ ഇഷ്ടം. അനിയത്തി പറഞ്ഞു ഞാൻ പോകുമ്പോൾ എനിക്ക് കുറച്ച് കറി കൊണ്ടുപോവുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തുള്ളൂ. ഇവിടെ കൂട്ടാൻ അങ്ങനെ കൂടുതലൊന്നും വേണമെന്നില്ല. കുറച്ച് മീൻ കറി ഉണ്ടെങ്കിലും എൻ്റെ അമ്മേൻ്റെ ഒരു അവർ കറിയിട്ട് അവർക്ക് അമ്മയ്ക്കൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാൻ മതി. ഇങ്ങനെ തൊട്ട് നിന്ന് ആവശ്യം രുചി അറിയുന്ന ഒരാളുകളാണ്. കുറച്ച് കറിയൊക്കെ അവർക്ക് മതിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം മുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അരി കഴുകിയിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയിടാം. അപ്പോൾ ആദ്യം ഗ്ലാസ്സിലേക്ക് വെള്ളം മുക്കട്ടെ.
ഈ കപ്പിന് 5 കപ്പ് അല്ലെങ്കിൽ 5.5 കപ്പറ്റ വെള്ളം ഈ ഗ്ലാസ്സിൽ കൊള്ളു കേട്ടോ. ഞാനത് എന്നും എടുക്കുന്നതുകൊണ്ട് അളക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അരി ഇടാൻ അപ്പോൾ ഞാൻ അരി കഴുകി കൊണ്ടുവന്നിട്ടു. പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ പാത്രത്തിൽ എന്ത് ചെയ്യാട്ടോ നമുക്ക്. പാത്രത്തിന് കുഴപ്പമില്ല, പക്ഷെ മൂടി പ്രശ്നമാണ്. മൂടി നല്ല മൂടിയൊക്കെ തന്നെയാണ്. അതിൻ്റെ ആ മൂടിയുടെ പിടുത്തുണ്ടല്ലോ അത് ഭയങ്കര ഇതാട്ടോ, വേഗം പോരും. ഇത് നമ്മളെ താഴെപ്പാലം സിറ്റി കഴിഞ്ഞിട്ടൊരു കടയുണ്ട്, അവിടെ നിന്നാട്ടോ ഗണപതി എന്താ അയ്യോ താഴെപ്പാലത്തെ ഒരു കട ഉണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി. എല്ലാ എല്ലാവരും ഉള്ളതാണ്, പക്ഷെ അതിൽ ആ കടയിൽ ചിലതൊന്നും നന്നല്ല കേട്ടോ. മൂടി ചിലതിൻ്റെ മൂടി പാത്രം നന്നായിരിക്കും, ചില മൂടി നന്നാവില്ല. മൂടി നന്നാവും, ചില പാത്രം നന്നാവില്ല. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. താഴെപ്പാലം താഴെപ്പാലത്തിൻ്റെയും സിറ്റിൻ്റെയും ഇടയ്ക്ക്. സിറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നടന്നാൽ നമ്മളെ കണ്ണടേൻ്റെ ഒക്കെ ഒരു കട ഉണ്ട്. അവിടെ കവറിലാക്കിയിട്ടുണ്ട് ഞാനത്. സ്പെയിൻ ജ്വല്ലറീൻ്റെ ഒക്കെ ഇപ്പോഴത്തെ സൈഡിൽ കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും, തിരൂരൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ നോക്കി കണ്ടൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ കടയിൽ സാധനം എടുക്കുമ്പോൾ. ഞങ്ങൾ എടുത്തായിരിക്കും മൂടിൻ്റെ ചെറിയ പ്രശ്നമുള്ളൂ. അല്ല പാത്രത്തിന് കുഴപ്പമില്ല, പാത്രം നല്ലതാണ്. അല്ലെങ്കിൽ കറി വയ്ക്കാറ്, തോനെ കറി വയ്ക്കുമ്പോൾ തോനെ കറി വയ്ക്കാറുണ്ട്, ചോറ് ഊറ്റിടാറുണ്ട്. എന്നാൽ ഞാൻ മീൻ കറി വെക്കുകയാണ്. മീൻ കറി വെക്കുമ്പോൾ ഞാൻ 2 തക്കാളി ഇടുമ്പോൾ കറി ടേസ്റ്റ് കിട്ടും. അപ്പോൾ 2 തക്കാളി, 2 പച്ചമുളക്, മുളക് പൊടി, അപ്പോൾ ഒരു 2 തക്കാളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ 1 ടീസ്പൂൺ 1/2 ടീസ്പൂണ് മുളക് പൊടി കറിയിൽ മസാലയിൽ ഇട്ടു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ അത് രണ്ടും തേങ്ങ അരയ്ക്കുന്നതിലിട്ടു. മസാലയിലും അതേപോലെ കേട്ടോ. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. അത് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇടുന്നതിൻ്റെ കൂട്ടത്തിലിട്ടു. പുളിവെള്ളം ഒഴിച്ചു. കൈകൊണ്ട് നല്ലോണം ഞവണ്ടി തിരികെ വെച്ചു. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടു, ഉപ്പും പാകത്തിന് ചേർത്തു. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഒരു അരമുറി തേങ്ങ, ചെറിയ ഉള്ളി, പെരുംജീരകം, ബാക്കിയുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഈ മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൊണ്ട് കലക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഗ്യാസ്മലാണെങ്കിൽ അങ്ങനെ, അടുപ്പത്താണ് കേട്ടോ. ഇവിടെ അടുപ്പ് തന്നെയാണ് കത്തിക്കാറ്. ഇപ്പോൾ വെച്ചിട്ട് എനിക്ക് ഈ വിറകരയിൽ പാമ്പ് കയറിയിട്ടാണ്. അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായിട്ടോ വിറകരയിൽ പോകാൻ. അപ്പോൾ ഇവിടെ ഒരു പണിക്കാരൻ വരും. അത് കല്യാണം അടുപ്പിച്ച് മൂപ്പരെ വിളിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം മരച്ചിലൊക്കെ വെട്ടാനുണ്ട്, പറമ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ വിറകരയിൽ കുറേ വിറകരി വൃത്തിയാക്കാൻ കേട്ടോ. വിറകര വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പാമ്പുകളൊന്നും വരില്ല. പിന്നെ നെറ്റൊക്കെ വെച്ച് അടിച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൊക്കെ വരുമ്പോൾ പിന്നെ ഗ്യാസ് തീർന്നു, പെട്ടെന്ന് ഗ്യാസ് തീർന്നു. നമ്മൾ തലേന്ന് മന്തി ഉണ്ടാക്കിയിരുന്നല്ലോ. മന്തി ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഗ്യാസ് കഴിയാനായിട്ടുണ്ട്. അപ്പം ഈ മന്തി ഉണ്ടാക്കുന്ന സമയം പകുതി സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ഗ്യാസ് നിറയ്ക്കാനൊക്കെ പോകണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ തന്നെ നീച്ചു, ജിജിതം തുടച്ചു, ഞാൻ മിറ്റടിച്ചു. ഈ ചായയും കടിയും ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പോയി. കാരണം ഉണ്ടാക്കുന്ന സ്റ്റേജ് പകുതി എത്തുമ്പോൾ അത് കഴിഞ്ഞാലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയിട്ടാണ്. രാവിലെ തന്നെ പോയി, എന്തായാലും അങ്ങാടി പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പോയി ഗ്യാസ് നിറച്ചു. വരുന്ന വരവിൽ അച്ഛൻ്റെ കടയിൽ കയറി ഞങ്ങൾ നെയ് റോസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ വരുന്ന വരവിൽ ചിക്കൻ കടയിൽ കയറി ചിക്കൻ മേടിച്ചു. പിന്നെ രാവിലെ ഇനിയിപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോൾ അതിന് 8:30 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയത്. എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ 8:30 മണിയായി. അവിടെ എത്തി. ഗ്യാസ് ഒരു 9 മണിയാകുമ്പോൾ നിറച്ച് ഞങ്ങൾ പോകുന്നു. പിന്നെ അവിടുന്ന് പോകുന്നതിന് ശേഷത്തിൻ്റെ കടയിൽ പോയി ചായ കുടിച്ചു. അവിടുന്ന് പിള്ളേർക്കുള്ള സാധനങ്ങൾ കടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചതിന് ശേഷം ഇവിടെ വന്ന് ചിക്കൻ മേടിച്ചു. വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പിന്നെ ഒരു 5-6 പൊറോട്ട മേടിച്ചു. അങ്ങനെ അതൊക്കെ മേടിച്ച് പോന്നു. അങ്ങനെ ഞാൻ ചായയൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ മന്തി ഒരു പകുതി സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഗ്യാസ് തീരുകയെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഒന്നുകൂടെ
പക്ഷെ അന്ന് ഗ്യാസ് തീർന്നിട്ടില്ല കേട്ടോ. കൈ കൊണ്ട് നല്ലോണം ഇന്നാണ് ഗ്യാസ് തീരുന്നത്, ഉണ്ടാക്കുന്ന എന്നാണ് ഗ്യാസ് തീരുന്നത്. അപ്പം തന്നെ ഞാൻ വാങ്ങി വെച്ച വലിയ ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ കരുതി. എന്നിട്ട് അതൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ ഗ്യാസ് ഉണ്ടാക്കുക ചെയ്യാറ് കേട്ടോ. പൊട്ടിക്കലും ശരിയാക്കലൊക്കെ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി, ആ പണിയുടെ ഇടയിൽ കൂടി അതിലേക്ക് പോയിട്ടാണ് ചിലവർക്ക്. അങ്ങനെ അതിലേക്ക് പോയി അതൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ഈ തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായപ്പോൾ കുറച്ച് ഉപ്പും ചേർത്തു, ഇളക്കി നോക്കി. അപ്പോൾ ഉപ്പും കൂടിയൊക്കെ ഇതാണ്, കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കുറവ് തോന്നി. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടു, കുറച്ചും കൂടി പുളി ചേർത്ത്. കൈയ്യൊക്കെ തിരുമ്പുന്ന പാകമാണെന്ന് തോന്നിയിട്ട് എനിക്ക്. വീട്ടിൽ നമ്മൾ പിന്നെ ഞാൻ ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഞാൻ പിന്നെ മിക്സ് നമ്മുടെ അടുപ്പിലോട്ട് വെച്ചു. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ മാന്തൽ കറി അല്ലെങ്കിൽ വെത്തൽ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ, മുള്ളൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മുളക് പൊടി കൂടുതൽ ആരെങ്കിലും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മഞ്ഞച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എനിക്ക്. പക്ഷേ ഇതിൽ മുളക് പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ചോറ് വെന്തു, അത് വാർത്ത് വെച്ചു. പിന്നെ മറ്റേ അടുപ്പത്ത് ചുക്കുവെള്ളത്തിന് വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പത്ത് കറി ഇടാനും വെച്ചിട്ടുണ്ട്. ആയി കിടക്കുകയാണ്. തേങ്ങ ചേർത്തിട്ട് വേവിച്ചിട്ടുള്ളതാണ്. ഇതിൽ മീൻ തിളക്കട്ടെ. മസാലയൊക്കെ നല്ല തേങ്ങയും തക്കാളിത്തിന് പച്ചമുളകൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് കലങ്ങി ഇട്ടിട്ട് ഉടഞ്ഞ് വരുമ്പോഴും നമ്മുടെ തേങ്ങയുടെ അരപ്പും വേവും മസാലയും വേവും. വറുവിടാനുള്ള ഉള്ളി ഇങ്ങനെ ഞാൻ വയ്ക്കാറുണ്ട്. അല്ലാതെ മസാല വെന്തതിന് ശേഷം തേങ്ങ ചേർത്തിട്ട് തേങ്ങ വെന്തതിന് ശേഷം മീനിടാറുണ്ട് കേട്ടോ. നമുക്ക് പല രീതിയിലും കറികൾ ഇതിൽ. അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് അത് വെച്ചിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേന്ന് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കറിയൊക്കെ എടുക്കുന്നത്. മറ്റേതിലേക്ക് മീൻ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. മാന്തൽ കണ്ട എന്താണെന്ന് അറിയില്ല, എനിക്കും ഇഷ്ടമാണ്, ഇവിടെ പിള്ളേരുടെ അച്ഛനും ഇഷ്ടമാണ്, പിന്നെ പിള്ളേർക്കും നല്ല ഇഷ്ടമാട്ടോ. എൻ്റെ ഭവ്യമോളൊക്കെ ചായക്ക് വരെ മീൻ കഴിക്കും. സ്രാവ് വറുത്തത് ചായക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീൻ കഴിക്കാൻ കേട്ടോ. അപ്പം മാന്തൽ ഇവർക്കൊക്കെ ഇഷ്ടമാണ്, കറി വെച്ചാലും മന്തിന് ഇതാക്കിയാലും നല്ല ഇഷ്ടമാണ്. അപ്പം മാന്തൽ എപ്പോൾ കണ്ടാലും ഞങ്ങൾ വലുത് കിട്ടിയാൽ വാങ്ങിക്കാറുണ്ട്. അപ്പം ഞാൻ കുറച്ചെടുത്ത് നന്നാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. കുറച്ചെടുത്തിട്ട് വറുക്കാൻ കായം കൂട്ടി. പിന്നെ വേറൊരു കഷ്ണം മീനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെടുത്ത് കുറച്ച് കായം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവർ പോകുന്നത് പ്രമാണിച്ച് ഞാൻ മീൻ വാങ്ങിച്ചാണ്. അപ്പം ഞാൻ അന്ന് വാങ്ങാൻ പോകുമ്പോൾ അനിയത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ മീൻ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇറച്ചി ഉണ്ടാകുമ്പോൾ എന്തിനാ ഇപ്പോൾ ഈ 2 തരം മീനെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അറിഞ്ഞ് വേണ്ട, അത് ഫ്രിഡ്ജിൽ വെച്ചാളാന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച മീനല്ലേ, അപ്പോൾ പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ശരിയല്ലല്ലോ. ഓരോരോ കഷ്ണങ്ങളായാലും ഞങ്ങൾ ഒരുപാട് ആൾ 5-8 ആൾക്കാരില്ലേ, അപ്പോൾ മീനൊന്നും തികയില്ല. അപ്പോൾ ആ മീൻ ഒന്നേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അത് തന്നെ 6 കഷ്ണമൊക്കെ ഉള്ളൂ. ഞാൻ ഓരോരോ കഷ്ണം എടുക്കാനുള്ളൂ. പിന്നെ മാന്തൽ അതിനനുസരിച്ച് ചിക്കൻ ഓരോരോ കഷ്ണവും അങ്ങനെ മാന്തൽ കറി നല്ല റെഡിയായിട്ടും പുളി ഒക്കെ നോക്കട്ടെ. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ചേർത്ത് നല്ല മസാല വേകാനായിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് കുറവാണ്. അങ്ങനെ ഇതാ കറിയൊക്കെ നല്ല തിളച്ച് കുറുക്കി നല്ല മീനിടണം. ഈ മാന്തളായതുകൊണ്ട് പിന്നെ വല്ലാതെ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 സെക്കൻഡ് ഇട്ടിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചൂടടുപ്പത്ത് ഇറക്കിയിട്ട് ആ മൂടി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചൂട് കൊണ്ട് അതങ്ങ് വെന്തോളൂ കേട്ടോ. മാന്തൾ വെന്താലേ ആ മീനിനും കറിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കറിയിൽ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ മീൻ വെള്ളം വെന്ത് മുള്ളും ഇങ്ങോട്ട് തീരുന്ന രീതിയിൽ എടുക്കും ചെയ്യരുത്. അപ്പോൾ കറി കൂട്ടാനും പറ്റില്ല. മീൻ ചേർക്കാൻ പോകും, മുള്ളൻ്റെ കറി വെക്കുന്നത് പോലെ ആയിരിക്കും. ഇതാണ് അപ്പം മീനിടാ. മീൻ കുറച്ച് തോനിടുന്നുണ്ട് കേട്ടോ, കാരണം അനിയത്തിക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. ഞങ്ങൾ നിളാരതി കാണാൻ പോവുകയാണ്. ആ പോകുമ്പോൾ പോക്കിൽ അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ. ഇവരും ഉണ്ട്. മക്കളൊന്നുമില്ല. ഞാനും ഭവ്യമോളും അനിയത്തിയും അച്ഛനും അമ്മയും മാത്രം കേട്ടോ. ഞങ്ങൾ പിള്ളേരൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. കുറച്ച് കൊണ്ടുപോകണം. ഇതിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് പച്ചക്കറിയാണെന്ന് വെച്ചാൽ അവർ അധികം അവിടെ വീട്ടിലെ പച്ചക്കറി തന്നെയാണ്. അവർ ജോലിക്ക് പോകണവരാകുമ്പോൾ മീനൊന്നും നന്നാക്കി ഉണ്ടാക്കിയിട്ടുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ അവർ അധികം എന്നും പച്ചക്കറി തന്നെയാണ്. പക്ഷെ അച്ഛന് പച്ചക്കറി പറ്റില്ല. അച്ഛൻ രാവിലെ 4 മണിക്ക് ഹോട്ടലിലേക്ക് പോയാൽ ഉച്ചയ്ക്ക് കടയിൽ നിന്ന് തന്നെ അവർ സാമ്പാറും ഒക്കെ കൂട്ടി അച്ഛൻ അവിടെ നിന്നിട്ടുള്ളത് കഴിക്കുന്നതാണ്. ചോറല്ല, പൊറോട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു നേരമെങ്കിലും ഭക്ഷണം വേണ്ട വെച്ചിട്ട് നല്ലത് കഴിക്കാം. പക്ഷെ നല്ല ഇഷ്ടം മീൻ പറ്റിച്ചത്, മീൻ മുളകിട്ടത്, മീനായിട്ട് എന്തും ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ അധികം ചിക്കൻ മേടിക്കാറില്ല. സെറ്റാക്കണം. മീൻ തന്നെയാണ് പറ്റിക്കുക, കറി വയ്ക്കുക,
അതൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തിരുമ്പൽ കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ അതാ പറഞ്ഞ് കുറേ എത്താറായി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വിചാരിച്ചാലേ എനിക്കിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. ഡെയിലി യൂസിനുള്ളതോളം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കൂട്ടാൻ വറവ് കൂട്ടാൻ ചുവന്ന ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്നും പകുതി മൂത്ത് വരുന്ന സമയം 2-3 മണി ഉലുവട്ടു. അത് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇടുക. ഒരു ലേശം മുളക് പൊടി നമ്മൾ വറവിടുമ്പോൾ ചേർക്കണം കേട്ടോ. അത് നല്ല രസമാണ് മുളക് പൊടി അങ്ങനെ ചേർക്കുന്നത്. അത് മിക്ക വീടുകളിലും ചില അമ്മമാർ ചെയ്യുന്നതാണ്. അവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എന്താണ്. അറിയാത്തവരും ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, നല്ല രസമുണ്ടാവും. ഞാനങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് രസം തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ അറിയില്ല, ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളക് പൊടി കുറച്ച് കുറവാണ്, എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ കറിയിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വർത്താനത്തിൻ്റെ ഇടയിൽ കൂടി പറയാൻ വിട്ടുപോയതാണ്. പണിയൊക്കെ എടുക്കുക ഭയങ്കര മടിയാണ് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്, കുറേയൊക്കെ മടി ഉണ്ടാവും. കാരണം കുറേ കാലമായി എടുക്കുന്നുണ്ട്. നമ്മളൊക്കെ 10-18 വയസ്സ് 17 വയസ്സിൽ വന്നവരല്ലേ. അപ്പോൾ നമുക്കിതൊന്നും എടുത്തിട്ട് മടിയാകുമ്പോൾ മടി തന്നെയാണ്. പിന്നെ അതിനനുസരിച്ച് കൈവേന കാലുവേനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇതാവും, മടി തന്നെയാവും. പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ, പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ നയിക്കുന്നത്, ആണുങ്ങളും ഉണ്ടല്ലോ. അവർ കഷ്ടപ്പെട്ട് നയിച്ചിട്ട് കൊണ്ടുവരുന്നതല്ലേ നമ്മൾ കഴിക്കുന്നത്, അതുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർക്കും അതിൻ്റെതായ നയിപ്പുണ്ട്, നമുക്ക് നമ്മളതായ നയിപ്പുണ്ട്. അപ്പോൾ അവർക്ക് നയിച്ചു കൊണ്ടുവന്നതാണ് നമ്മളൊരു കുടുംബം നോക്കാൻ. പക്ഷേ ആ കുടുംബത്തിനെ നമ്മൾ വെച്ചുണ്ടാക്കിയിട്ട് നമ്മളും ആ ഒരു കുടുംബത്തിനെ നോക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആണിനും പെണ്ണിനും ജോലിയിലും ഒരേപോലെ തന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ പെണ്ണുങ്ങൾ തന്നെ വീട്ടിൽ കടന്ന് കഷ്ടപ്പെടുന്നത്, പെണ്ണുങ്ങൾ കടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി ആണുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനെ വലിയ കഷ്ണമാക്കിയിട്ട് മന്തി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതിൽ ഒരു 5-8 കഷ്ണം ഞാൻ മാറ്റി വെച്ചാൽ കൂടുതലായിരുന്നു. ഞാൻ 2-3 കോഴി മേടിച്ചിരുന്നു. അപ്പോൾ അത് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഇവർക്ക് ചോറിലേക്ക് വറുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അന്ന് മന്തിക്ക് പാകം ഞങ്ങൾ കറക്റ്റായിട്ട് 2 നേരത്തേക്കും വലിയ കഷ്ണം, ഓരോ കഷ്ണം മതിയല്ലോ. വലിയ കഷ്ണമാകുമ്പോൾ ഓരോരോ കഷ്ണം മതിയല്ലോ. അപ്പോൾ വീട്ടിലേക്ക് ഞാൻ കുറച്ച് മന്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിലും അവർ 4 പേരാണുള്ളത്. ആങ്ങളമാരും അച്ഛനും അമ്മയും എന്നുണ്ടായിരുന്നുള്ളൂ. 2 നാത്തൂമാരുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അവർ നിൽക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഇളയ ആങ്ങള രാത്രി നേരം വൈകിട്ടാണ് വരിക. അവൻ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. എങ്കിലും ചിലപ്പം അന്ന് നേരം വന്നാലോ വിചാരിച്ചിട്ട് ഞാൻ അവനൊരു കഷ്ണം വെച്ചു, മറ്റേ ആങ്ങളയ്ക്കൊരു കഷ്ണം വെച്ചുനും വിനുവിനും ഓരോരോ കഷ്ണം വെച്ചു, അച്ഛനും അമ്മയ്ക്കും ഓരോരോ കഷ്ണം വെച്ചിട്ടാണ്. ബാക്കിയുള്ളത് ഞങ്ങൾ എടുത്തു. പിന്നെ കറി വീട്ടിലേക്കും കുറച്ചെടുത്തു. അതായത് പറഞ്ഞില്ല, പച്ചക്കറി മാത്രം അവർ അതിലും ഉണ്ടാക്കാറ്. പിന്നെ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അച്ഛന് മീൻ കറിയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന സമയം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് തിരിഞ്ഞിട്ട് പോകുന്ന ദിവസങ്ങൾ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ എന്താ കറി വെച്ചാൽ പച്ചക്കറിയാണ്, മീനില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പറ്റിച്ചതോ കറി വെച്ചതൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അമ്മ പറയും ചിക്കനാണെന്ന് പറയും. അപ്പോൾ ചിക്കനാണെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകാറുണ്ട്. കഴിക്കുമെങ്കിലും വലിയ ഇഷ്ടമൊന്നുമല്ല, കറി കൂട്ടി തിന്നാനാണ് ഇഷ്ടം പച്ചക്ക്. അപ്പോൾ കറി കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ തിരൂർ ഭാഗങ്ങളിലോ എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കറിയായിട്ടും വറ്റിച്ചതായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് രാവിലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ രാവിലെ ബുദ്ധിമുട്ടാകുമ്പോൾ അവർ കുറ്റം പറയാൻ പറ്റില്ല. അവരാവിലെ ഉള്ള പണി കഴിച്ചിട്ട് ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. കുറച്ച് കാശ്മീരി മുളക് പൊടി കിട്ടാം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അഥവാ കിട്ടുകയാണെങ്കിൽ ഇല്ല, അപ്പോൾ അതിനനുസരിച്ച് അവർ രാവിലെ ചെയ്യും. പിന്നെ ബാക്കി മീൻ കിട്ടിയാൽ അമ്മ ചെയ്യും കേട്ടോ. ചോറ് പിന്നെ ഉള്ളത് ചോറിനാ നേരമുള്ള ആ സമയം കുറച്ച് അമ്മ മീനൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. പിന്നെ ഞാൻ ചിക്കൻ ഞാൻ പറഞ്ഞ ആ മീനുണ്ടല്ലോ, ആ മീൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും ചേർത്തൊന്നുമില്ല. മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് സുർക്കയും ചേർത്തിട്ട് നല്ലോണം കുഴച്ച് റെഡിയാക്കി വെച്ചാണ്. അതൊരു അരമണിക്കൂർ വെച്ചാൽ അതിൻ്റെ സ്വാദ് കൂടുതലാണ് കേട്ടോ. കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്ക് പോകാൻ നേരം വൈകുന്നത് കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ വറുക്കുന്നത്. എങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. പക്ഷേ പുളി എരിപ്പൊക്കെ ഒന്ന് പിടിക്കണം, മസാലയൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ നമ്മൾ അരമണിക്കൂറെങ്കിലും മീൻ അഴിച്ച് കൂട്ടി വെക്കണം.
അപ്പം ഞങ്ങൾ രാവിലെ വേഗം പണി വെച്ചു. ചോറ് വെച്ചു, മീൻകറി വെച്ചു, പിന്നെ ഒരു കഷ്ണത്തിനനുസരിച്ച് 1.5 സ്പൂണൊക്കെ ഇടട്ടാ. ഞാൻ മീൻകായ കുട്ടി വറക്കാനൊക്കെ വെച്ചു കേട്ടോ. പിന്നെ പറഞ്ഞിട്ടില്ല കുറ്റം പറയുന്നത് ചുക്കളൊക്കെ കുറച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ